പാലക്കാട്ടെ കരിമ്പയിലുള്ള വിപിൻ ഇത്തവണത്തെ CBSE +2 പരീക്ഷയിൽ സൗത്ത് ഇന്ത്യയിലെ 1ാം റാങ്കുകാരൻ. മറ്റു വിദ്യാർത്ഥികളെ പോലെയല്ല വിപിൻ. ഒരുപാട് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും മറികടന്നാണ് നേട്ടം. വിപിന്റെ കഥ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയയിലൂടെ ഞങ്ങളുടെ പാലക്കാട് റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞ ആ കഥ ഒരിക്കൽ കൂടി കാണാം. കാരണമുണ്ട്. അത് കഥ കേട്ട ശേഷം പറയാം. ഓലയും ഷീറ്റും കൊണ്ട് മേനുണ്ടാക്കിയ വീട്, അതിനകത്ത് കാൽ മുറിച്ചു മാറ്റി കിടപ്പിലായ അച്ഛൻ. കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടായിരുന്നു പാലക്കാട് കരിമ്പ സ്വദേശി വിപിന്. പക്ഷേ പ്രതിസന്ധികളിൽ നിന്ന് ഊർജം കൊണ്ട് വിപിൻ നടത്തിയ പോരാട്ടമാണ് ഇന്നീ കാണുന്ന കുടിലിൽ സന്തോഷം എത്തിച്ചത്. കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി വിദ്യ അഭ്യസിച്ച വിപിനാണ് ഇത്തവണ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ മറികടന്ന CBSE +2 പരീക്ഷയിൽ ഹൈദരാബാദ് റീജിയനിലെ 1ാം റാങ്കുകാരൻ. മാസങ്ങൾക്ക് മുമ്പാണ് രോഗം ബാധിച്ച് വിപിന്റെ പിതാവ് ശിവദാസന്റെ കാൽ മുറിച്ചു മാറ്റിയത്. വീൽചെയറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന ശിവദാസന്റെ ചികിത്സയ്ക്കായി ഉണ്ടായിരുന്ന വീട് വിറ്റു. പിന്നീടാണ് താമസം ഈ കുടിലിലേക്ക് മാറ്റിയത്. വിപിന്റെ നേട്ടത്തിൽ ഇവിടെയുള്ളവർ സന്തോഷത്തോടൊപ്പം വലിയ പ്രതീക്ഷകളിലാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ 1ാം റാങ്ക് നേടാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും കൂടുതൽ അഭിമാനമാണ്. അതേപോലെ നമ്മുടെ ഈ നവോദയക്കൊന്നും ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അതിലെന്തായാലും നല്ല സന്തോഷമുണ്ട്. അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. എന്തായാലും ചെറുപ്പം മുതലേ എല്ലാം കൃത്യമായിട്ട് ചെയ്തിരുന്നു. പ്രതീക്ഷയിൽ സന്തോഷമുണ്ട്. ദൈവത്തിനോട് നന്ദി പറയുന്നു. കേരളം, ആന്ധ്ര, തെലങ്കാന, കർണാടക, ലക്ഷദ്വീപ് അടങ്ങിയ റീജിയനിൽ 99.2 മാർക്ക് നേടി ഒന്നാമതെത്തിയ വിപിന് ഇനിയും ലക്ഷ്യങ്ങൾ ഏറെയുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രിൻസിപ്പളിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും നന്ദി പറയണം. ഇനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എക്സാം ഉണ്ട്. അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ CA എന്നാണ് ലക്ഷ്യം. അതിലേക്ക് എത്തണം. വിപിന്റെ നേട്ടത്തോടെ പ്രശസ്തരായ സന്തോഷത്തിലാണ് കരിമ്പക്കാർ. നാടിന്റെ അഭിമാനമായി മാറിയ വിപിനും കുടുംബത്തിനും സാധ്യമായ എല്ലാ സഹായവും എത്തിച്ചു നൽകുമെന്ന് സ്ഥലം MLA K ശാന്തകുമാരി അറിയിച്ചു. വളരെ അഭിമാനകരമായൊരു നേട്ടമാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നേട്ടം ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ തന്നെ വളരെ പരമദയനീയമാണ്. ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ജനപ്രതിനിധികൾ നല്ല ഒപ്പുണ്ടാവും. മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ വിപിൻ 10ാം ക്ലാസ്സിലും റാങ്ക് ജേതാവാണ്. റിപ്പോർട്ടർ, പാലക്കാട്. ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി 2 മില്യണോളം 2 ദശലക്ഷത്തോളം ആളുകൾ വിപിന്റെ കഥ കേട്ടു. ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ വിപിനെ തേടിയെത്തി. ഞങ്ങളെയും പലരും കോൺടാക്ട് ചെയ്തു. ഒടുവിലിതാ സൈലം ലേണിംഗ് വിപിനെ വീട്ടിലെത്തി കണ്ടു. ഇനി അങ്ങോട്ടുള്ള പഠനം മുഴുവൻ ഏറ്റെടുത്തു. സൈലം ക്യാമ്പസിൽ വിപിന് പഠിക്കാം, ഹോസ്റ്റലിൽ താമസിക്കാം. അച്ഛൻ ശിവദാസന്റെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ അടിയന്തരമായി നൽകുകയും ചെയ്തു. ഇപ്പോൾ പാലക്കാട് കരിമ്പയിൽ നിന്ന് വിപിനും സഹായം നൽകാം എന്ന് അറിയിച്ച സൈലം ലേണിംഗ് CEOയും ഫൗണ്ടറുമായ ഡോക്ടർ അനന്തുവും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. വിപിൻ, ഡോക്ടർ അനന്തു, രണ്ടുപേർക്കും ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഈ പരിപാടിയുടെ അണിയറ പ്രവർത്തകർക്ക്, റിപ്പോർട്ടറിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വിപിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ഉടനെ ഒരു സഹായം ലഭിക്കുന്നു എന്നതിൽ. ഞാൻ വിപിനിൽ നിന്ന് തുടങ്ങുകയാണ്. വിപിൻ, സന്തോഷമായോ? എനിക്കും ഭയങ്കര സന്തോഷമായി. ഞാനൊന്നും പ്രതീക്ഷിച്ചതില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആദ്യം വീട്ടിലിരുന്നൊക്കെ പഠിക്കാം, അങ്ങനെ ഒതുങ്ങി കൂടാന്ന് കരുതിയതാണ്. ഈ റിപ്പോർട്ടറിൽ ന്യൂസ് വന്നതിലൂടെ എല്ലാവരും അത് അറിയും. അത് ഇത്ര റീച്ച് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അനന്ത് സാർ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിൽ തന്നെ ഞാൻ എൻ്റെ പ്ലാന് ഫുള്ള് മാറ്റി. ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും എൻ്റെ കൂടെ നിന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് അനന്ത് സാറിന് നന്ദി. ഭയങ്കര സന്തോഷമായി. വിപിനെ കുറിച്ച് ഇക്ബാൽ അറക്കൽ എന്ന ഞങ്ങളുടെ പാലക്കാട്ടെ റിപ്പോർട്ടറാണ് ഇങ്ങനെ വിപിനെ കുറിച്ചൊരു കഥ അത് സ്ക്രിപ്റ്റ് ആക്കുന്നു. പിന്നീട് അത് നമുക്ക് ഈ പരിപാടിയിൽ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ വന്നപ്പോൾ വിപിന്റെ ഒരു ഊർജ്ജസ്വലതയും കഠിനാധ്വാനവും അത് തന്നെയാണ് വിപിന് നമ്മൾ ഇട്ട, അല്ലെങ്കിൽ വിപിനിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ മേന്മ. അത് ഒരു മുറിക്കുള്ളിൽ തളച്ചിരുന്ന് പഠിക്കേണ്ടതല്ല, പുറം ലോകം കാണണം, വിപിൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് കോളുകൾ ഞങ്ങൾക്കും വന്നു. അതിൽ ഏറ്റവും ഉചിതമായ ഒന്നിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്.
അങ്ങനെയാണ് വിപിനും ഡോക്ടർ അനന്തവും കണ്ടുമുട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ അനന്തു, വിപിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ റിപ്പോർട്ടിൽ കാണുന്നു, അതിനുശേഷം വിപിനെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം പകരുന്ന ഒരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിലേക്ക് വിപിൻ എത്തുമ്പോൾ വിപിന് ഏറ്റവും നല്ല ഒരു പഠനാനുഭവം ആയിരിക്കില്ലേ നിങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത്? ഉറപ്പായിട്ടും വിപിനെ ഇപ്പൊ ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി കാറിൽ തന്നെയാണുള്ളത്. എന്റെ കൂടെ ഇപ്പം സൈലത്തിന്റെ CA പഠിപ്പിക്കുന്ന യൂസഫ് സാറും അബൂബക്കർ സാറിന്റെ ഒരു ടീമും എല്ലാവരും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്ത് അവനെ കാണാൻ പോയിട്ടുള്ളത്. അതായത് ഇനി ഈ 4 മാസം കൊണ്ട് എങ്ങനെയാണോ അവൻ ക്രാക്ക് ചെയ്യേണ്ട എല്ലാ സപ്പോർട്ടും അവന് നമ്മൾ കൊടുക്കും. ആൻഡ് വിപിൻ അവനൊരു സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അവൻ കൃത്യമായ വിഷനോടുകൂടി പഠിക്കുന്ന ആളാണ്. കാര്യം അവനെ കൂടുതൽ അറിയത്തില്ല പലർക്കും. അതായത് 10ാം ക്ലാസ്സിൽ 500 മാർക്ക് വാങ്ങി പാസ്സായ ഒരാളാണ്. 500 ഒക്കെ വാങ്ങുമ്പോൾ ഈ ഒരു കേരളത്തിന്റെ ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും സയൻസിലേക്ക് പോകുകയാണ്. ഇപ്പൊ SSLC റിസൾട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഫുൾ A+ വാങ്ങുക അല്ലെങ്കിൽ CBSE നല്ല മാർക്ക് വാങ്ങിയാൽ സയൻസിൽ ചേരുക എന്നുള്ള ലക്ഷ്യത്തിൽ എന്നിട്ട് പിന്നീട് ആലോചിക്കാന്നുള്ളതാണ്. പക്ഷെ വിപിൻ 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അവൻ എന്ത് ചെയ്തു, കൃത്യമായ അവന് ഒരു ധാരണയുണ്ട്. അതായത് എനിക്ക് CA ആവണം, അതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുക്കുള്ളൂ എന്ന്. എന്നിട്ട് കൊമേഴ്സ് എടുത്തിട്ട് അവിടെ ടോപ്പർ ആയിട്ട് CA എന്ന ലക്ഷ്യത്തോടു കൂടി 8ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിഷനറിയായി പഠിക്കുന്ന ഒരു കുട്ടിയെ സൈലം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല, പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യാനാണ്? അപ്പൊ ഡെഫിനറ്റ്ലി അവന് വേണ്ട എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഇനി അവന് തുടർന്ന് 3 വർഷം പഠിക്കാനുള്ള കാര്യങ്ങളും അത് ഹോസ്റ്റലിൽ ഇരുന്ന് തന്നെ പഠിക്കണം. കാര്യം കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ അവന്റെ സാഹചര്യം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോ വീട് പണിയൊക്കെ നടക്കാൻ വേണ്ടി പോവാൻ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും. അപ്പം അതില് നമ്മൾ കൂടെ ഉണ്ടാകും. ഡെഫിനറ്റ്ലി അവനെ CA ആയിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുക്കുള്ളൂ എന്ന് അവന്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ എന്തായാലും പാലിച്ചിരിക്കും. ആ വാക്ക് നമ്മളും, ആ ഒരു ഉറപ്പ് നമ്മളും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നു. ഡോക്ടർ അനന്തുവിന്റെ ഹാപ്പിനെസ് പ്രോജക്റ്റ്, ആ ഹാപ്പിനെസ് പ്രോജക്റ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രത്യേക പ്രോജക്റ്റ് അത് ഹാപ്പിനെസ് കുറച്ച് കൂടുതൽ തരുന്നതാണല്ലേ? ഇത്രയും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഹാപ്പിനെസ് പ്രൊജക്ടുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊജക്ട് എന്ന് പറയാൻ ഞങ്ങൾ ഹാപ്പിനെസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരുപാട് വീടുകൾ ഇപ്പം ചെയ്യുന്നുണ്ട്. ഏകദേശം 500ഓളം വീടുകൾ ഞങ്ങൾ ഈ ഒരു 5 വർഷം കൊണ്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു വീടായിട്ട് തന്നെ ഞങ്ങൾ ഇതിനെ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ വീട് വെച്ചു കൊടുക്കാൻ കുറെ ആളുകളും വരുന്നുണ്ട്. അപ്പം അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. മാത്രമല്ല വിപിനെ പോലെ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എല്ലാവരും. കാര്യം ഓരോ കുട്ടിയും കണ്ടുപിടിക്കേണ്ടതാണ്. ഓരോ കുട്ടിക്കും മാതൃകയാണ്. എനിക്ക് അത് പോരാ ഇത് പോരാ എന്ന് പറഞ്ഞ് ഓരോ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് പഠിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് ഒരു വലിയ പ്രചോദനമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഇത്രയും ഇപ്പം അവൻ പഠിച്ചതെല്ലാം അവന്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ്, അവൻ പറഞ്ഞ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് അവന് കിട്ടിയ എല്ലാ കാര്യങ്ങളും. ആ ഒരു നേട്ടം അവൻ അങ്ങനെ നേടിയെടുക്കുന്ന കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചർ എന്ന നിലയിലും ഒരു ഓണ്ടർപ്രണർ എന്നുള്ള നിലയിലും എനിക്ക് ആഗ്രഹമുള്ളത്. അതിന് നമ്മൾ അവരോടൊപ്പം കൂടെ ഉണ്ടാകും. മാത്രമല്ല വിപിൻ ഓരോ കുട്ടിക്കും, ഈ കേരളത്തിലുള്ള ഓരോ കുട്ടിക്കും എന്താണ് ഒരു വലിയ പ്രചോദനമായിരിക്കും. മാത്രമല്ല അവന്റെ പേരൻസിന്റെ കാര്യവും പറയണം. ഈ അച്ഛന്റെ കാല് മുറിച്ച കാര്യം അറിയിച്ചിട്ടില്ല. അവസാന ഈ പറഞ്ഞ എക്സാമിന് ഒരു 4 മാസം മുമ്പാണ് ഇത് നടക്കുന്നത്. അവര് അത് അറിയിക്കാതെ അവൻ പരീക്ഷ നന്നായി എഴുതണമെന്ന ആഗ്രഹത്തോടു കൂടി അവനെ മാക്സിമം എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്ത് അത് അറിയിക്കാതിരുന്നു. അവൻ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അറിഞ്ഞു. അപ്പം വീട്ടുകാർ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അവന്റെ ചേട്ടനായിക്കോട്ടെ, ആ നാടായിക്കോട്ടെ അവന്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടും കൂടെ ഒന്ന് നന്ദി അറിയിക്കാൻ. ആൻഡ് മോർ ഓവർ റിപ്പോർട്ടർ ചാനലിനോട് ഇങ്ങനെ ഒരു കാര്യം, അതായത് അവൻ 10ാം ക്ലാസ്സിലും ഫുൾ മാർക്കോടുകൂടി പാസ്സായതാണ് ഈ സാഹചര്യത്തിൽ നിന്ന്. അത് പുറത്തു വന്നില്ല. പക്ഷെ +2 എത്തിയപ്പോൾ ഈ ഒരു സാഹചര്യം പുറത്തു കൊണ്ടുവന്ന് അവന് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇനിയിപ്പം നമ്മൾ ഇത് ചെയ്ത പോലെ അവന്റെ ഒരു 10ഓ 20ഓ കുട്ടികളിലേക്ക് അവൻ CA ആയിക്കഴിഞ്ഞ് ഡെഫിനറ്റ്ലി അത് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അവൻ ആ ഒരു മനസ്സുള്ള ആളാണ്. അപ്പം അതില് നമ്മളും ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ട് സൈലന്റ് അക്കാഡമിയിലെ ഫൗണ്ടർ എന്ന നിലയിൽ ഞാനും വളരെ സന്തോഷത്തിലാണ്. ഓക്കെ, ഈ ഹാപ്പി മൊമെന്റ്സിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഡോക്ടർ അനന്തു വളരെയധികം നന്ദി. വിപിൻ ഇനി അങ്ങോട്ട്, അതായത് ഒരുപാട് പേർ വിപിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. വിപിൻ അങ്ങോട്ടുള്ള ജീവിതത്തിൽ, അതായത് ഒരു അടച്ചുറപ്പുള്ള വീട് വേണം, അച്ഛനും ഒക്കെ സന്തോഷമായി കാണുമല്ലോ, എല്ലാത്തിനും ഒരു പരിഹാരമാവുകയാണ്. അത് മോൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഒരു ജോലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ കഠിനാധ്വാനിയായ ഒരു മകൻ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സന്തോഷ നിമിഷത്തിലേക്കാണ് ഈ റിസൾട്ടിന് പിന്നാലെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. ഇനി അങ്ങോട്ട് പഠിച്ച് ഒരു വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞ് ചുറ്റുപാടുമുള്ള വിപിനെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുമെന്ന് ഡോക്ടർ അനന്തു പറഞ്ഞു. വിപിനെ കുറിച്ച് ഞാനും അങ്ങനെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെയല്ലേ വിപിൻ? ശരിക്കും തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുറേ പേരെന്നെ സഹായിക്കാൻ വന്നു. വളരെ സന്തോഷം. എൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഈ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന കുറേ കുട്ടികളുണ്ട് ഈ നാട്ടിൽ. നിന്നും ആരും അറിയാതെ പോകുന്ന കുറേ കുട്ടികളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്കും നല്ലൊരു അവസരം ഉണ്ടാവണം. അവർക്കും പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കണം. അത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം.
ഓക്കെ, വളരെ നന്ദി വിപിൻ. ഒപ്പം ഡോക്ടർ അനന്തു നമുക്കൊപ്പം ചേർന്നതിന്. റിപ്പോർട്ടർ കൂടെയുണ്ടാകും. എല്ലാ സ്വപ്നങ്ങളും എത്തിപ്പിടിക്കാൻ വിപിന് കഴിയട്ടെ. അതിനൊപ്പം നമ്മളും ഉണ്ടാകും ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ. വിപിൻ്റെ നേട്ടങ്ങൾ അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമായി മാറട്ടെ വിപിൻ്റെ ഈ നേട്ടം. അതും കഠിനാധ്വാനത്തിലൂടെ പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് നേടിയെടുത്ത ഒരു നേട്ടമാകുമ്പോൾ അതിൻ്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് വിപിൻ. അതുകൊണ്ട് തന്നെയാണ് വിപിനിലേക്ക് ഞങ്ങൾ എത്തിയത്. ഇക്ബാൽ അറക്കലിനും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയേണ്ടതുണ്ട്. വിപിനെ കണ്ടെത്തിയത്, നമ്മളെ എല്ലാവരെയും കൂട്ടിയിണക്കിയത് ഇക്ബാൽ അറക്കലും നമ്മുടെ പാലക്കാട്ടെ വാർത്താ സംഘവുമാണ്. താങ്ക് യു വിപിൻ, വൺസ് അഗൈൻ ഫോർ ജോയിനിങ് us. ഡോക്ടർ അനന്തു, താങ്ക് യു.